ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എന്ന് നമ്മൾ മുമ്പ് വിളിച്ചിരുന്ന കീം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും അഡ്മിഷൻ നടത്തുന്ന കീം എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എൻട്രൻസ് എക്സാം നടക്കുന്നത് എഞ്ചിനീയറിംഗിന് മാത്രമാണ്, മറ്റു ചില കോഴ്സുകൾക്കും. മെഡിക്കലിൻ്റെ ഒക്കെ നീറ്റാണ് എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളായ CET, നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം, CET, TKM, അതുപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, MA കോളേജ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും മറ്റ് അഗ്രികൾച്ചറൽ കോഴ്സുകളിലേക്കും ഫാർമസിയിലേക്കൊക്കെ അഡ്മിഷൻ നടത്തുന്ന കീമിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്രാവശ്യം ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് എക്സാം വരുന്നത്. എക്സാമിന്റെ പാറ്റേൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ആവുന്നു. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് കോഴ്സുകൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടത്തിയിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. ആർക്കിടെക്ചറിന് നാറ്റ് ആണ് അഡ്മിഷൻ ക്രൈറ്റീരിയ. ഫാർമസിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് മുൻ വർഷത്തെ പോലെ തന്നെയാണ്. ഫിസിക്സ് കെമിസ്ട്രി മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി പോലുള്ള കോഴ്സുകൾക്ക് നീറ്റ് ആണ്. അഗ്രികൾച്ചറൽ കോഴ്സുകൾക്ക് നീറ്റിന്റെ ബേസിലും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ BTechന് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമും പരിഗണിക്കുന്നുണ്ട്. മറ്റൊരുപാട് കോഴ്സുകൾ വെറ്റിനറി, അതുപോലെ തന്നെ ഫിഷറീസ്, ഫോറസ്ട്രി, BTech, ബയോടെക്നോളജി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ബേസിലുള്ളത്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റു ചില കോഴ്സുകളും കൂടെ ഉണ്ട്. സോ മേജറായിട്ട് നമുക്ക് പറയാനുള്ളത് എഞ്ചിനീയറിംഗും അതിന്റെ എൻട്രൻസ് എക്സാമിനെയും പറ്റി തന്നെയാണ്. MBBSന് നമ്മൾ നീറ്റ് എക്സാം ആണ് എഴുതുന്നെങ്കിലും കേരളത്തിൽ സ്റ്റേറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ അഥവാ കീം എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമും കൂടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് പേയ്മെന്റ് ഈസ് 17th April. ഏപ്രിൽ 17 ആണ് ലാസ്റ്റ് ഡേറ്റ്. വൈകിട്ട് 5 മണി വരെയാണ് സമയം. ഇനി നമുക്ക് ഒരുപാട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് മറ്റ് എക്സാമുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരുപാട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിനുള്ള അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 24 ആണ്. എക്സാമിനേഷൻ ഡേറ്റ്സ് ആൻഡ് അതിൻ്റെ ബാക്കി ടൈമുകൾ, ഷെഡ്യൂള്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. ജൂൺ 1 മുതൽ ജൂൺ 9 വരെയാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ലോക്സഭ ഇലക്ഷനും CUET എൻട്രൻസ് എക്സാം ഒക്കെ വരുന്നത് കൊണ്ടാണ് പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ഈ ഡേറ്റുകളൊക്കെ ഒരുപാട് വൈകിപ്പോയത്. ഏതായാലും ഷെഡ്യൂള് ഇങ്ങനെയാണ്. ജൂൺ 1 മുതൽ ജൂൺ 9 വരെയാണ് എക്സാം നടക്കുന്നത്. 2 സെഷനുകളിലായിട്ടാണ്. JEE മെയിൻസ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. JEE മെയിനിലെ സെഷൻ എന്ന് പറയുന്നത് ജനുവരിയിലും ഏപ്രിലുള്ളതാണ്. സെഷൻ 1, സെഷൻ 2. ജനുവരിയിൽ തന്നെ ഡിഫറൻറ്റ് ഷിഫ്റ്റുകൾ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ കീമിന്റെ കേസിൽ നമുക്ക് ഒരു സെഷനാണ് ആക്ച്വലി ഉള്ളത്. അതിൽ 2 ഷിഫ്റ്റുകൾ, അതിനെയാണ് സെഷൻ 1, സെഷൻ 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ 9 വരെയുള്ള ഡേറ്റുകളിൽ എന്നും രാവിലെയും ഉച്ചയ്ക്ക് ശേഷം, അതിൻ്റെ ഒരേ ഒരു ഡേറ്റ് മാത്രമാണ് മിസ്സിംഗ് ഉള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും എക്സാം ഉണ്ട്. മോർണിംഗ് സെഷനിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. റിപ്പോർട്ടിംഗ് ടൈം 7 മണിയാണ്. എൻട്രി 8:15 8:45 മോക്ക് ടെസ്റ്റ്. നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു മോക്ക് ടെസ്റ്റ് തരും. എൻട്രിയുടെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 8:50 ആണ്. എക്സാം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 2:30 3 മണിക്കൂറാണ് എക്സാം. അപ്പോൾ രാവിലെ ആണെങ്കിൽ 9 മുതൽ 12, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2:30 മുതൽ 5:30 വരെയുമാണ് എക്സാമിന്റെ ടൈമിങ്. എക്സാമിന്റെ ഡേറ്റ്സ് ജൂൺ 1 മുതൽ ജൂൺ 9 വരെ. എക്സാമിന്റെ മറ്റു ഡീറ്റെയിൽസ്. ആദ്യമായി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് 5 ഓപ്ഷൻസ്. അത് സാധാരണ മുമ്പേ നീറ്റിനും ജയിക്കുന്നും ഡിഫറൻ്റ് ആയിട്ട് കീമിന് 5 ഓപ്ഷൻസ് ABCDE വരെയുള്ള 5 ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. +4 -1 ആണ് മാർക്കിംഗ് സ്കീം. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സിൽ 75, ഫിസിക്സ് 45 ആൻഡ് കെമിസ്ട്രി 30. ഇതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ 150 ക്വസ്റ്റ്യനിൽ 50% മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ തന്നെ 30% ഫിസിക്സ് ആണ്, 20% കെമിസ്ട്രി. ഈ വെയിറ്റേജ് മുമ്പും കീമിൽ നിലനിന്നിരുന്നതാണ്. കാരണം 120 ക്വസ്റ്റ്യൻസിന്റെ മാത്സിന്റെ സെപ്പറേറ്റ് പേപ്പർ, ഫിസിക്സ് കെമിസ്ട്രി 70:48 എന്ന് പറയുന്ന 3:2 റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റേഷ്യോ അങ്ങനെ തന്നെ കീമിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ JEE മെയിൻസിന്റെ മോഡൽ ആയിട്ടുള്ള എക്സാം വരും എന്ന് പറഞ്ഞിരുന്നു. JEE മെയിൻ ആക്ച്വലി 90 ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, 150 ക്വസ്റ്റ്യൻസിന്റെ എക്സാം ആണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നിരിക്കുന്ന ടൈം 180 മിനിറ്റ്സ് ആണ്. 3 മണിക്കൂർ. മുമ്പ് 2 പേപ്പറുകളായിട്ട് 2.5 മണിക്കൂറിന്റെ 2 പേപ്പറുകളായിട്ടാണ് എക്സാം ഉള്ളതെങ്കിൽ ഇപ്പൊ അത് 3 മണിക്കൂറിന്റെ എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ അത്ര തന്നെ ലെവൽ വരില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നൗ സിലബസിനെ പറ്റി പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളത്, JEE മെയിൻസിന് നീറ്റിനൊക്കെ ഒരുപാട് സിലബസ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡെലീഷനും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സിലബസിൽ കീമിൽ വന്നിട്ടില്ല. അഥവാ എല്ലാ ടോപ്പിക്കുകളും എല്ലാ ചാപ്റ്റേഴ്സും കീം എൻട്രൻസിന്റെ സിലബസിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്. അതിൽ തന്നെ ഒന്നും തന്നെ ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ നമ്മൾ റേ ഒപ്റ്റിക്സിലൊക്കെ ഹ്യൂമൻ ഐ, അതുപോലെ തന്നെ ഡിഫക്ട്സ് ഓഫ് ഐ എന്നൊക്കെ പറഞ്ഞ് കറക്ഷൻ, മയോപ്പിയ അതേപോലെ ഹൈപ്പർമെട്രോപ്പിയ ഒക്കെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡിൽ അതൊക്കെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ നീറ്റ് JEE സിലബസിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്പ് പോലുള്ള ടോപ്പിക്കുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന ചാപ്റ്റർ തന്നെ ഇപ്പോഴും കീമിന്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ട്രാൻസിസ്റ്റർ പോലത്തെ ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും നമുക്ക് അറിയില്ല. ബട്ട് അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്സും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പോലെയുള്ള ടോപ്പിക്കുകൾ ഒന്നും തന്നെ ഡിലീറ്റഡ് അല്ല. അതെല്ലാം ചാപ്റ്റർ വൈസ് എല്ലാം ഉണ്ട്. നൗ പ്രോസ്പെക്ടസിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്ക് ഓർ എനി അതർ ടെക്സ്റ്റ് ബുക്ക് എക്സ്ക്ലൂസീവ്ലി. അപ്പൊ NCERT ബേസ് ചെയ്തിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻസ് എന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും ഒരു പ്രത്യേക ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പം കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ ഒരു ഔട്ട്ലൈൻ ആണെന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള അതിനും പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ മുമ്പും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിനുശേഷമല്ലേ പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് ആക്ച്വലി ഈ എക്സാമിൽ കാര്യമായിട്ട് വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നൗ അടുത്തത് എക്സാം നടക്കുന്നത് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എക്സാം സെന്ററുകൾ ഉണ്ടാവും. കേരളത്തിൽ കൂടാതെ മുംബൈ, ന്യൂഡൽഹി, ദുബായിലൊക്കെ എക്സാം സെന്ററുകളുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. www.cee.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നേറ്റിവിറ്റിന്റെ പ്രൂഫ് വേണം. അത് SLC തന്നെ ഉപയോഗിക്കാവുന്നതാണ്. SLC തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് ഉപയോഗിക്കാവുന്ന. SSLC നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. OBC NCL സർട്ടിഫിക്കറ്റ് വേണം. മറ്റേതെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ EWSന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നൗ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഇതിനെ രണ്ടായിട്ട് മുറിക്കാം നിങ്ങൾക്ക്. ആക്ച്വലി എഞ്ചിനീയറിംഗ് ഓൺലി, BPharm ഓൺലി ഓർ ബോത്ത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതണം. BPharmനും എഞ്ചിനീയറിംഗിനും കൊടുക്കുകയാണെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ എൻട്രൻസ് എക്സാം എഴുതുന്നുവെങ്കിൽ ജനറലിന് 875, SCക്ക് 375, STക്ക് ഇല്ല. അതേസമയം ആർക്കിടെക്ചറിന് നിങ്ങൾ എൻട്രൻസ് എക്സാം, കീമിലെ എൻട്രൻസ് എക്സാം അഥവാ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്നില്ല, നാറ്റ് മാത്രമാണ് എഴുതേണ്ടത്. മെഡിക്കലിന് നീറ്റാണ് എഴുതേണ്ടത്. അലൈഡ് കോഴ്സുകൾക്ക് അതിനും നീറ്റാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ അഥവാ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതുന്നില്ല എങ്കിൽ അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ നീറ്റ് ആസ്പിരന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വേണം, സ്റ്റേറ്റ് കോട്ട റിസർവേഷൻ വേണം എന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ കീം അപ്ലൈ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമേ വരുള്ളൂ, പാർട്ട് B മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജനറൽ 625, SC 250 ആൻഡ് STക്ക് ഫീസ് ഇല്ല. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട്, ഫാർമസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടോ എഴുതുന്നുണ്ട്, കൂടെ നിങ്ങളൊരു നീറ്റ് ആസ്പിരന്റ് ആണ്, നീറ്റ് എഴുതിയതിനു ശേഷം കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ടയിൽ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഫീസ് 1125 ആണ്. SC കാറ്റഗറി സ്റ്റുഡൻസിന് 500 ആണ്. ST കാറ്റഗറി സ്റ്റുഡൻസിന് ഫീസ് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒരുപാട് വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഉള്ള എൻട്രൻസ് എക്സാമും കൂടാതെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയെടുക്കുന്ന ക്രൈറ്റീരിയയുമായിട്ടാണ് കീം എന്ന് പറയുന്ന പ്രോസ്പെക്ടസ്. കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് CET, അതുപോലെ തന്നെ TKM കൊല്ലം, അതുപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് മാറത്തേനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം പോലെയുള്ള ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിലുണ്ട്. അവിടേക്കുള്ള അഡ്മിഷന് ആയിട്ടാണ് കീം വന്നിട്ടുള്ളത്. കൂടാതെ MBBSന് കേരളത്തിലെ സ്റ്റേറ്റ് കോട്ട സീറ്റുകൾ അവൈലബിൾ ആകാനും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടാതെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.